IPL-ൽ പഞ്ചാബ് കിങ്സിന്റെ വിജയക്കുതിപ്പ് തുടരുകയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ ഇന്നലെ നേടിയ 7 വിക്കറ്റിന്റെ വമ്പൻ ജയത്തോടെ ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ തലപ്പത്തെത്തി. മുംബൈയെ പഞ്ചാബ് തകർത്തപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രേയസ് അയ്യരുടെ ക്യാച്ചും ക്യാപ്റ്റൻ നിലയിലെ പ്രകടനവുമാണ്. ഇന്ത്യയുടെ T20 ടീമിന് വേണ്ടാത്ത ശ്രേയസ് അയ്യർ ഇപ്പോൾ IPL-ൽ ശോഭിച്ച് സെലക്ടർമാർക്കും പരിശീലകർക്കും മറുപടി നൽകിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. ബാറ്റ് കൊണ്ട് കിടലൻ അർദ്ധ സെഞ്ചുറി നേടിയും ക്യാപ്റ്റനായി കിടലൻ നീക്കം നടത്തിയും ശ്രേയസ് അരങ്ങ് വാഴുകയാണ്. ഇന്ത്യയുടെ T20 ടീമിന് വേണ്ടാത്ത ശ്രേയസ് അയ്യർ IPL-ലോട് തന്റെ മികവിന് വീണ്ടും തെളിയിക്കുകയാണ്. 5 മത്സരത്തിൽ നിന്ന് 203 റൺസ് ശ്രേയസ് നേടിക്കഴിഞ്ഞു. അവസാന സീസണിൽ ഫൈനൽ കൈവിട്ട കപ്പ് ഇത്തവണ തിരികെ പിടിക്കുകയാണ് ശ്രേയസിന്റെ ലക്ഷ്യം. 2019-ൽ 7 വർഷത്തിന് ശേഷം ഡൽഹിയെ പ്ലേ ഓഫിലെത്തിച്ച ശ്രേയസ് 2020-ൽ ഡൽഹിയെ 13 സീസണിന് ശേഷം ആദ്യമായി ഫൈനലിലും എത്തിച്ചു. 2024-ൽ 10 വർഷത്തിന് ശേഷം KKR-നെ കിരീട നേട്ടത്തിലേക്ക് എത്തിച്ച ശ്രേയസ് 11 സീസണുകൾക്ക് ശേഷം 2025-ൽ പഞ്ചാബ് കിങ്സിനെ ഫൈനലിലും കളിപ്പിച്ചു. തന്റെ മികവിലൂടെ ടീമുകളെ കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുമെന്ന് ഇതിനോടകം പലവട്ടം ശ്രേയസ് തെളിയിച്ചു കഴിഞ്ഞു. മുംബൈക്കെതിരെ ശ്രേയസ് എടുത്ത ക്യാച്ചും ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കാൻ ശ്രേയസ് എടുത്ത ക്യാച്ചിനെ അത്ഭുതമെന്ന് മാത്രമേ ഇപ്പോൾ വിശേഷിക്കാൻ സാധിക്കൂ. മുംബൈ ബാറ്റിംഗിന്റെ 18ാം ഓവറിലാണ് ഈ തകർപ്പൻ ക്യാച്ച് പറക്കുന്നത്. മാർക്കോ യാൻസൺ എറിഞ്ഞ ഓവറിലെ 3ാം പന്തിൽ ഹാർദിക്കിന്റെ ഷോട്ട് സിക്സറാവുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ ബൗണ്ടറി ലൈനരികെ ഉയർന്നു ചാടി പന്ത് ശ്രേയസ് പുറത്തേക്ക് തട്ടിയിട്ടപ്പോൾ സേവിയർ ബാർട്ട്ലെറ്റ് പന്ത് കയ്യിലാക്കി. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാച്ചുകളൊന്നായിട്ടാണ് ഇതിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ശ്രേയസ് ക്യാച്ച് എടുക്കുമ്പോൾ മുംബൈയുടെ ഡക്കൌട്ടിലിരുന്ന സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും വിശ്വസിക്കാനാവാതെ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ശ്രേയസിന്റെ ക്യാച്ച് എത്രത്തോളം മികച്ചായിരുന്നു എന്ന് വ്യക്തം. എന്നാൽ ശ്രേയസിന്റെ ക്യാച്ചിന് പിന്നാലെ സ്നേഹോപദേശങ്ങളുമായി നിരവധി ആരാധകരും രംഗത്തെത്തുകയാണ്. കാരണം ശ്രേയസ് അയ്യർ ഇതിനു മുമ്പും ഇത്തരം സാഹസിക ക്യാച്ചുകൾ എടുത്തിട്ടുള്ള താരമാണ്. ഇത്തരത്തിലൊരു ക്യാച്ച് എടുത്താണ് അദ്ദേഹം പരിക്കേറ്റ് ഏറെ നാൾ പുറത്തിരുന്നത്. 2025-ലെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ 3ാം ഏകദിനത്തിലെ ക്യാച്ച് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ശ്രേയസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശ്രേയസിന്റെ വയറിനുള്ളിൽ മുറിവുണ്ടാവുകയും ICU-ലടക്കം പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രേയസ് കളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോഴിതാ പരിക്കിനെ ഭയക്കാതെ വീണ്ടും ഒരു അത്ഭുത ക്യാച്ച് നേടിയെടുത്തിരിക്കുകയാണ് താരം. ക്യാച്ച് എടുത്ത ശേഷമുള്ള ശ്രേയസിന്റെ ആഘോഷവും പ്രതികരണവും ഇതിനോടകം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ നിർണായകമായ വിക്കറ്റായിരുന്നു ഹാർദിക്കിനേത്. മുംബൈ 220 മുകളിലേക്ക് സ്കോർ കൊണ്ടുപോകുമെന്ന് എല്ലാവരും കരുതിയിരിക്കുകയാണ് ഹാർദിക്കിനെ പുറത്താക്കി പഞ്ചാബ് മത്സരത്തിലേക്ക് തിരികെ വരുന്നത്. ഇതിന് ശ്രേയസിയുടെ കിടലൻ ക്യാച്ച് കാരണമായിട്ടുണ്ടെന്നും പറയാം. ക്യാപ്റ്റൻ നിലയിൽ ടീമിനെ മുന്നിൽ നയിക്കാൻ ശ്രേയസിന് സാധിച്ചതാണ് എടുത്തു പറയേണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 6 വിക്കറ്റിന് 195 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ പഞ്ചാബ് 16.3 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 198 റൺസോടെ വിജയം നേടുകയായിരുന്നു. 5 മത്സരത്തിൽ മുംബൈ തോൽക്കുന്ന 4ാമത്തെ മത്സരമാണിത്. ആദ്യ മത്സരത്തിൽ മാത്രമാണ് മുംബൈക്ക് ജയിക്കാനായത്. മത്സരത്തിൽ മുംബൈക്കായി തകർപ്പൻ സെഞ്ചുറിയാണ് ഓപ്പണർ ഡീകോക്ക് നേടിയത്. 60 പന്തിൽ 8 ഫോറും 7 സിക്സും ഉൾപ്പെടെ 112 റൺസോടെയാണ് ഡീകോക്ക് പുറത്താവുന്നത്. 3 വ്യത്യസ്ത IPL ടീമിനൊപ്പം സെഞ്ചുറി നേടുന്ന 3ാമത്തെ താരമായി മാറാനും ഡീകോക്കിനായി. എന്നാൽ പ്രഭ് സിമ്രൻ സിംഗും ശ്രേയസ് അയ്യറും ചേർന്നുള്ള കൂട്ടുകെട്ട് മുംബൈയെ തകർത്ത് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു.